എനിക്ക് ബേസിക്കലി ഒരു പുതിയൊരു കമ്പനി ഫോം ചെയ്യുക എന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം എനിക്കൊരാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും എൻ്റെ ത്രൂ അത് സ്റ്റാർട്ട് ചെയ്യാം അത് ഫ്ലറിഷ് ആവുക എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ എനിക്കുള്ള ഒരു ഇതില്ല. ലാലിൻ്റെ ഒരു ഫിലിം ഉണ്ട്. അതിൻ്റെ അകത്ത് ലാൽ ഗൈനക്കോളജിസ്റ്റ് ആണ്. പുള്ളിക്ക് ഓരോ ഡെലിവറി എടുക്കുമ്പം പുള്ളി അതിൻ്റെ അകത്ത് ഒരു പാഷൻ കുടിക്കുന്നുണ്ട്. സിമിലർ ഇതിലാണ് ഞാൻ എൻ്റെ ത്രൂ ഒരു കമ്പനി ഫോം ആവുന്ന സമയത്ത് ഞാൻ ഭയങ്കര അതിൻ്റെ അകത്ത് അറിയില്ല എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണത്. ഇന്ത്യയിൽ നമ്മളതൊരു വെൽ ഇതായിട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു ഫസ്റ്റ് കമ്പനി. നമ്മളെ പ്രസൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ അത് ആ രൂപത്തിലായി. സൗദിയിലെ കാര്യം കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മുടെ പ്രസൻസ് അവിടെ സ്പെസിഫിക്കലി ആവശ്യമാണ്. ഒരു ടെംപ്ലേറ്റ് ബേസിസിലല്ല അവിടെ പോകുന്നത്. അവിടെ കുറച്ചും കൂടി ഭയങ്കര ഡിഫറെൻ്റ്. അതായത് പല നാഷണാലിറ്റീസുള്ള ആൾക്കാർ അവിടെ കമ്പനി ഫോം ചെയ്യാൻ വരും. നൈജീരിയ എന്ന ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്, കനാഡിയൻസ് വന്നിട്ടുണ്ട്, ജർമ്മൻസ് ഉണ്ട്, നമ്മളെ UK ടീമുകളുണ്ട്. അവരവിടെ നിന്ന് വരുന്ന സമയത്ത് അവരെ രാജ്യത്തെ എന്താണോ നിയമങ്ങൾ, അവരുടെ രാജ്യത്തെ കമ്പനിയുടെ സിറ്റുവേഷൻ എന്താണോ ഇത് നമുക്കറിയണം. അതിൻ്റെ ഒരു റിക്വയർമെന്റ് അവിടെ വരുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ കമ്പനി ബേസിക്കലി അവർ സബ്സിഡറി ഫോം ചെയ്യണം. ഇപ്പോൾ UK ആണെങ്കിൽ എനിക്ക് UK കുറിച്ച് ധാരണ വേണം, കാനഡ എനിക്ക് കാനഡയെ കുറിച്ച് ധാരണ വേണം. എന്നോടൊപ്പം നൈജീരിയൻ കമ്പനിയുടെ കുറിച്ച് ചോദിച്ചാൽ വരെ എനിക്കറിയാം.